എൻ്റെ പേര് മരിയ. ഞാൻ കിഴക്കമ്പലം സെൻറ് ആന്നീസ് പള്ളിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എനിക്ക് ലഭിച്ചൊരു രോഗസൗഖ്യത്തിനെ കുറിച്ചാണ്. എനിക്കൊരു 8 വർഷമായിട്ട് മൈഗ്രെയിനിൻ്റെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. പല മരുന്നുകളും ഞാൻ കഴിച്ചു. ഒരു ലോങ് ടേം ആയിട്ടൊരു റിസൾട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൻറ്റിയാണ് എന്നെ ഇവിടെ ധ്യാനത്തിന് വിളിക്കുന്നത്. അപ്പോൾ ധ്യാനത്തിന് വരുന്ന കാര്യം കേട്ടപ്പോഴേ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം എനിക്ക് സ്പീക്കറിൻ്റെ താഴെ നിൽക്കുമോ, സ്പീക്കറിൻ്റെ ഒരു പരിസരത്ത് നിന്നാൽ പോലും എനിക്ക് ഭയങ്കര തലവേദനയായിരിക്കും. കാരണം സൗണ്ട് എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. ഈവൻ പള്ളിയിൽ പോയാലും സ്പീക്കറിൻ്റെ അടുത്തെങ്ങാനാണെങ്കിൽ ഞാൻ കുർബാനയെ ശ്രദ്ധിക്കത്തില്ല. എൻ്റെ മൊത്തം ആ ഒരു ഇറിറ്റേഷനായിരിക്കും തലവേദന കാരണം. എന്നിട്ട് ഞാനിവിടെ ധ്യാനത്തിന് വരുന്നതിന് മുൻപ് അമ്മ എനിക്ക് പഞ്ഞിയൊക്കെ തന്നു. നീ പഞ്ഞിയൊക്കെ വെച്ചോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ധ്യാനത്തിന് വരുന്നതിനൊരു 3 ദിവസം മുന്നേ എനിക്ക് വളരെ ശക്തമായിട്ടൊരു മൈഗ്രെയിനായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ ഒരു മാനസികമായിട്ടൊരു സംഘർഷത്തിലായിരുന്നു. വരണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു എനിക്ക്. പിന്നെ ഇവിടെ ധ്യാനത്തിന് വന്ന് ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, മൈഗ്രെയിനുള്ള കുറേ മക്കളെ ഈശോ സൗഖ്യപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ അതിലൊരാൾ ഞാനാണ് എന്ന് വിശ്വസിച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ മൈഗ്രെയിനെ പറ്റിയൊന്നും ഞാൻ ചിന്തിക്കുന്ന കൂടിയില്ല. അന്നേരം അത് കഴിഞ്ഞ് കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ എന്നോട് കൗൺസിലർ പറഞ്ഞു, മോളുടെ മൈഗ്രെയിൻ ഈശോ സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാൻ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നത് തന്നെ. കാര്യം ഞാൻ സ്പീക്കറിൻ്റെ അടുത്തായിരിക്കുന്നത്, അതും ധ്യാനത്തിനൊക്കെ ഉള്ള സൗണ്ടൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എനിക്ക് ഒരു ദിവസം പോലും ഞാൻ നിൽക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഇത്രയും നേരമായിട്ട് എനിക്ക് ഒരു അസ്വസ്ഥത പോലും ഇല്ല തലവേദന. നന്ദി പറഞ്ഞ വലിയ സൗഖ്യം കിട്ടിയിരിക്കണം കേട്ടോ മോൾക്ക് കേട്ടോ.